ദില്ലി ദാലി പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. സംഗീത സംബന്ധികളായ പോഡ്കാസ്റ്റുകൾ ദില്ലി ദാലിയുടെ ഭാഗമാണ് എന്നത് ഈ പോഡ്കാസ്റ്റ് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് നന്നായി അറിയാവുന്ന ഒന്നായിരിക്കണം. അത്തരത്തിലുള്ള ആ പരമ്പരയിൽപ്പെട്ട ഒരു പോഡ്കാസ്റ്റിലേക്കാണ് ഇത്തവണ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. സംഗീതം എന്ന ഒന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം തന്നെ ഒരു തെറ്റായി മാറുമായിരുന്നു എന്ന് ഫ്രെഡറിക് നീച്ചെ പറഞ്ഞത് നമ്മളിൽ പലരും പലപ്പോഴും ഉദ്ധരിക്കാറുള്ളതാണ്, എഴുതാറുള്ളതാണ്, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സംഗീതം എന്ന അനുഭവ ഭാഗ്യമില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം എത്ര കണ്ട് വിരസമാകുമായിരുന്നു എന്ന് ഉറപ്പുള്ള ഒരാളാണ് ഞാൻ. വടക്കേ ഇന്ത്യൻ സംഗീതത്തിലെ നാടോടി ശാസ്ത്രീയ പാരമ്പര്യങ്ങളിൽ പ്രമുഖം ആയ വിഭാഗങ്ങളായിട്ടുള്ള ചൈത്തി, ഹോറി, ദാദ്ര തുടങ്ങിയ വിഭാഗങ്ങളിൽപ്പെട്ട ചില ഗാനങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കുകയായിരുന്നു. ഹോളിയുമായി ബന്ധപ്പെട്ടാണ് കേട്ടു തുടങ്ങിയതെങ്കിലും പിന്നെ ആ ശീലം ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുകയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ കേട്ട ഒരു ബീഗം അക്തറുടെ അതിമനോഹരമായ ഒരു ഗാനമാണ് ഈ പോഡ്കാസ്റ്റിലേക്ക് എന്നെ നയിച്ചത്. ജീവിതത്തിൽ ഏതെങ്കിലും ഗായകനോ ഗായികയോ പാടുന്നത് നേരിട്ട് ലൈവായിട്ട് കേൾക്കുവാൻ വേണ്ടി വേറൊരു കാലത്തിൽ ജനിക്കണമോ എന്ന് ആരെങ്കിലും ഒരു അവസരം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്ന പേരുകളിൽ ഒന്ന് ബീഗം അക്തറുടേതായിരിക്കും. ബീഗം അക്തർ നേരിട്ട് പാടുന്നത് കേൾക്കുവാൻ വേണ്ടി ആ കാലത്ത് ജനിക്കുന്നത് ഒരു ഭാഗ്യമായി ഞാൻ തീർച്ചയായും കരുതും. പല പേരുകൾ എനിക്ക് പറയാനുണ്ട്. എനിക്ക് കേസർഭായ് കേർക്കറുടെ പേര് പറയാനുണ്ട്, സിദ്ധേശ്വരി ദേവിയുടെ പേര് പറയാനുണ്ട്, ഉസ്താദ് അമീർ ഖാൻ്റെ പേര് പറയാനുണ്ട്. കുമാർ ഗന്ധർവ നേരിട്ട് പാടുന്നത് കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല. പണ്ഡിറ്റ് കുമാർ ഗന്ധർവയുടെ പേര് ഞാൻ പറയും. കർണാടക സംഗീതത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും മധുരമണി അയ്യർ, GN ബാലസുബ്രഹ്മണ്യം തുടങ്ങിയ പേരുകൾ പറയും. തീർച്ചയായും മുഹമ്മദ് റാഫിയുടെയും കിഷോർ കുമാറിൻ്റെയും പേര് ഞാൻ പറയും. നേരിട്ട് പാടുന്നത് കാണാനുള്ള ഭാഗ്യമുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്. ഏതായാലും ബീഗം അക്തറുടെ ഒരു സവിശേഷ ഗാനത്തെക്കുറിച്ചാണ് ഈ പോഡ്കാസ്റ്റ്. ആ ഗാനത്തെക്കുറിച്ചും അതുവഴി ബീഗം അക്തർ എന്ന മഹാഗായികയുടെ ജീവിതത്തിനെക്കുറിച്ചും ചില കാര്യങ്ങൾ പറയുവാൻ വേണ്ടി മാത്രമാണ് ഈ പോഡ്കാസ്റ്റ് ഉദ്ദേശിക്കുന്നത്. ഈ പോഡ്കാസ്റ്റിൽ അവർ പാടിയ സുന്ദർ സാരി മോരി മൈഖാമേ എന്ന അതിപ്രശസ്തമായ ദാദ്ര ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരൊരു സ്വകാര്യ സദസ്സിൽ പാടി ശബ്ദലേഖനം ചെയ്ത ആ ഗാനമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെ എല്ലാ പോഡ്കാസ്റ്റുകളിലും ആമുഖമായി ഞാൻ പറയുന്ന അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ ഒന്നുകൂടി വയ്ക്കുകയാണ്. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വിനീതമായ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് സുന്ദർ സാരി മോരി മൈഖാമേ എന്ന പ്രശസ്തമായ ഗാനത്തിലേക്കും ആ ഗാനം അനശ്വരമാക്കിയ ഗായികയിലേക്കും പോകാം. ബീഗം അക്തർ മരിച്ചിട്ട് 51 വർഷങ്ങളായി. എന്നാൽ സൗണ്ട് റെക്കോർഡിംഗ്, ശബ്ദലേഖനം എന്ന സാങ്കേതിക പുരോഗതി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമുക്ക് അവർ പാടിയ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കുവാൻ കഴിയുന്നത്. അജന്ത എല്ലോറ ചിത്രങ്ങൾ നാം ഇപ്പോഴും കാണുന്നുണ്ട്. അല്ലെങ്കിൽ മൈക്കൽ ആഞ്ചലോയും റാഫേലും ലിയനാർഡോ ഡാവിഞ്ചിയും ഒക്കെ ചെയ്ത പെയിൻറ്റിങ്ങുകളും ശില്പങ്ങളുമെല്ലാം നാം ഇപ്പോഴും കാണുന്നുണ്ട്. ആ കാലത്തെല്ലാം പാട്ടുകളും ഉണ്ടായിരുന്നു. അക്കാലത്തെല്ലാം മനുഷ്യർ പാടുന്നുണ്ടായിരുന്നു. അതിലും കൂടുതലായി ഞാൻ പറയാം. 2500 കൊല്ലങ്ങൾക്ക് മുൻപ് ഈജിപ്തിൽ മരിച്ചുപോയ ഫറവോ ചക്രവർത്തിമാർ അവരുടെ ശവശരീരങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന
അലങ്കരിച്ചിരിക്കുന്ന അതിമനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ചുവർ ചിത്രങ്ങൾ കൊണ്ടും സ്വർണ്ണങ്ങൾ കൊണ്ടും ആഭരണങ്ങൾ കൊണ്ടുമെല്ലാം അലങ്കൃതമായ ആ ഗുഹകളിലെല്ലാം നമുക്ക് അന്നത്തെ സംഗീതോപകരണങ്ങളുടെ ചിത്രങ്ങൾ കാണാം, ആളുകൾ പാടുന്നതിൻ്റെ ചിത്രങ്ങൾ കാണാം. പക്ഷേ ആ പാട്ടുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. സൗണ്ട് റെക്കോർഡിംഗ് എന്ന സാങ്കേതിക വിദ്യ, ആ പുരോഗതി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ആ കാലത്ത് പാടാൻ തുടങ്ങിയ ഗായികമാരിൽ ഒരാളായിരുന്നു ബീഗം അക്തർ. അതുകൊണ്ടാണ് നമുക്ക് ഈ പോഡ്കാസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ബീഗം അക്തറുടെ ഗാനങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. സൗണ്ട് റെക്കോർഡിങ്ങിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നത്. ബീഗം അക്തറിന് മറ്റൊരു പേരുണ്ട്, മല്ലിക ഇ ഗസൽ എന്നാണ്. ഗസലുകളുടെ റാണി, ഗസലുകളുടെ രാജ്ഞി എന്നാണ് അതിൻ്റെ അർത്ഥം. ഗസലുകളാണ്, ബീഗം അക്തറുടെ ഗസലുകളാണ് നാം ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും പ്രചുര പ്രചാരത്തിൽ ആയതും. എന്നാൽ ഞാൻ ഈ പോഡ്കാസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദാദ്ര എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഗാനമാണ്. അത് ചൈത്തി എന്ന വിഭാഗത്തിലും പാടി വരുന്ന ഗാനമാണ്. സുന്ദരി സാരി മോരി മൈക്കാമേ എന്ന് പറയുന്ന ഈ ഗാനം വടക്കേ ഇന്ത്യയിൽ പ്രധാനമായും ആഗ്ര, മധുര, ബനാറസ്, ബുന്ദേൽഖണ്ഡ് ഭാഗങ്ങളിൽ പ്രചാരത്തിലുള്ള ഒരു ഗാനരീതിയാണ് ഈ ദാദ്ര എന്ന് പറയുന്നത്. ഗിരിജാദേവിയെപ്പോലെയുള്ള മഹാഗായികമാർ ഈ ഗാനങ്ങൾ എല്ലാം പാടി നാം കേട്ടിട്ടുള്ളതാണ്. ബ്രജഭാഷയിലും ഉറുദു ഭാഷയിലും, ബ്രജഭാഷ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ഭൂപ്രദേശങ്ങൾ, ആ വിഭാഗത്തിന് പൊതുവെ പറയുന്ന ഒരു പേരാണ് ബ്രജഭൂമി എന്ന്. ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഭൂമിയാണ് ഈ ബ്രജഭൂമി. ഈ ബ്രജഭൂമിയിലും ബ്രജഭാഷയുണ്ട്. അതൊരു ഹിന്ദിയുടെ ഒരു അവാന്തര വിഭാഗമാണ്. ആ ബ്രജഭാഷയിലും തീർച്ചയായും ഉറുദുവിലും ഇടകലർന്ന ഭാഷയിലാണ് ഈ ഗാനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഈ പരാമർശിക്കുന്ന ഗാനം അത് ഉറുദുവും ബ്രജഭാഷയും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഷാ രീതിയാണ്. ആ ഗാനങ്ങൾ ഉണ്ടായി വന്ന സമൂഹത്തിനെ സൗന്ദര്യാത്മകമായി പ്രതിനിധാനം ചെയ്യുകയാണ് ഇത്തരം ഗാനങ്ങൾ എന്നത് നാം ഓർത്തിരിക്കേണ്ടതാണ്. ഈ ലക്കം ദില്ലി ദാലി പോഡ്കാസ്റ്റിൽ പരാമർശിക്കുന്ന ഈ ഗാനം പീലു രാഗത്തിൻ അടിസ്ഥാനപ്പെടുത്തി ബീഗം അക്തർ ചിട്ടപ്പെടുത്തിയതാണ്. പീലു രാഗത്തിൽ അടിസ്ഥാനപ്പെടുത്തി ബീഗം അക്തർ ചിട്ടപ്പെടുത്തിയതാണ്. ഈ ഗാനത്തിൻ്റെ മറ്റൊരു രൂപം, മറ്റൊരു വേർഷൻ ഹരിയാന പ്രദേശങ്ങളിൽ ഉള്ളതാണ്. ആ വേർഷനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ബീഗം അക്തർ പാടുന്ന ഈ വേർഷനെക്കുറിച്ച് മാത്രമാണ് ഈ പോഡ്കാസ്റ്റ്. ഈ ഗാനം ബീഗം അക്തർ എന്ന ഗായികയുടെ എല്ലാ സവിശേഷതകളും, അവരുടെ ശബ്ദ സവിശേഷതയും അവരുടെ ഗാന സവിശേഷതയും അവരുടെ സംഗീത ബോധ്യത്തിൻ്റെ സവിശേഷതകളും എല്ലാം പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഗാനം തന്നെയാണ് ഇത്. ഈ പോഡ്കാസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ പ്രത്യേക ഗാനം, ഈ പ്രത്യേക ശബ്ദലേഖനം 1957 ബീഗം അക്തർ ഒരു ലൈവ് കോൺസേർട്ടിൽ അവതരിപ്പിച്ചതാണ്. ബോംബെയിലെ വ്യവസായ പ്രമുഖനായിരുന്ന ഖട്ടാവു വല്ലഭ് ദാസിൻ്റെ വൽക്കേശ്വറിലുള്ള വസതിയിൽ ഒരു സ്വകാര്യ സംഗീത വിരുന്നിൽ 1957 ഒരു വൈകുന്നേരം ബീഗം അക്തർ നടത്തിയ കച്ചേരിയിലെ ഒരു ഭാഗമാണ് ഈ പോഡ്കാസ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നതും. ആ ഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ഈ പോഡ്കാസ്റ്റ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. 1914 ബീഗം അക്തർ ജനിച്ചത് ഇന്നത്തെ ഉത്തർപ്രദേശിലെ ഫൈസാബാദിലാണ്. അയോധ്യയ്ക്ക് അടുത്തുള്ള പ്രദേശമാണ് ഫൈസാബാദ്. നർത്തകി ഗായിക സമൂഹമായ തവായിഫുകളിൽപ്പെട്ട ഗായികയായിരുന്ന മുക്തരി ബായിയാണ് ബീഗം അക്തറിൻ്റെ അമ്മ. ഈ തവായിഫുകൾ ഇന്ത്യൻ സംഗീത ശാഖയ്ക്ക് മഹത്തായ സംഭാവനകൾ ചെയ്ത ഒരു നർത്തകി ഗായിക സമൂഹമായിരുന്നു ഈ തവായിഫുകൾ. തെന്നിന്ത്യൻ സംഗീത നൃത്തങ്ങളിൽ, അതുപോലെ തന്നെ ദേവദാസി സമ്പ്രദായങ്ങളിൽ പെട്ട കലാകാരികൾ ചെയ്ത വലിയ സംഭാവനകളെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. 1722 സ്ഥാപിതമായ അവധ് രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഫൈസാബാദ്. 1722 ആ പ്രദേശമാണ് രാമായണത്തിലെ സാകേതം എന്ന ഒരു വിശ്വാസവുമുണ്ട്. ഏതായാലും സരയൂ നദിക്കരയിൽ അയോധ്യയിൽ നവാബ് തൻ്റെ രാജധാനി ഉണ്ടാക്കുകയായിരുന്നു. എന്നാൽ 1775 അതായത് ഏതാണ്ട് അരനൂറ്റാണ്ടിന് ശേഷം രാജധാനി ലക്നൗവിലേക്ക് അവധിലെ നവാബുമാർ, അതായത് 1722 സ്ഥാപിതമായ അവധ് രാജ്യം തലസ്ഥാനം ഫൈസാബാദായിരുന്നെങ്കിലും 1775 തലസ്ഥാനം ലക്നൗവിലേക്ക് മാറ്റുകയായിരുന്നു.
1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് വാശിയേറിയ യുദ്ധം നടന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു ഫൈസാബാദ് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ബീഗം അക്തറാണ് ഈ ഗാനത്തെ ഏറ്റവും കൂടുതൽ ജനകീയമാക്കിയത് എങ്കിലും ഈ ഗാനത്തിൻ്റെ കണ്ടൻറ്റ്, ഉള്ളടക്കത്തിന് ഭക്തിപ്രസ്ഥാനത്തിലെ, ഇന്ത്യയിലെ ഭക്തിപ്രസ്ഥാനത്തിലെ കവിതകളുടെയും ജീവിത വീക്ഷണത്തിൻ്റെയും പ്രാതിനിധ്യം ഈ ഗാനം നിർവഹിക്കുന്നുണ്ട് എന്നുള്ളത് നാം പ്രത്യേകിച്ച് പറയേണ്ടതാണ്. ഈ ജീവിതത്തിനെ, നമ്മുടെ ഇന്നത്തെ ജീവിതത്തിനെ ഉടുവസ്ത്രമായി കാണുകയും ആ മുഷിഞ്ഞ ഉടുവസ്ത്രത്തിനെ ഈ ജീവിതത്തിൻ്റെ പാപങ്ങളായി കാണുകയും ആ വസ്ത്രം ഉപേക്ഷിക്കാനും ആ വസ്ത്രം ഉപേക്ഷിച്ച് പ്രഭുവിലേക്ക്, ഭഗവാനിലേക്ക്, ദൈവത്തിലേക്ക് പോകുവാനുള്ള ത്വര പ്രത്യേകിച്ച് സ്ത്രീകൾ പാടുന്ന ഗാനങ്ങളിൽ ഇത് കാണാം. കബീറിൻ്റെ ഗാനങ്ങളിലും നമുക്ക് ഈ ഒരു രീതി കാണാം. ആ രീതിയിൽ എഴുതപ്പെട്ട ഒരു ഗാനമാണ് നമ്മൾ പറയുന്ന സുന്ദര സാരി മോരി മൈക്കാമേ എന്ന് പറയുന്ന ഗാനം. ആ ഗാനത്തിൻ്റെ ഈ പ്രസ്തുത ഗാനത്തിൻ്റെ ഏകദേശ അർത്ഥം ഞാനിപ്പോൾ ഒന്ന് വായിക്കാം. ഗായികയുടെ ഒരു പ്രാർത്ഥനയാണിത്. അവൾ പറയുകയാണ്, ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലാണ് ഇപ്പോൾ. അമ്മയുടെ വീട്ടിൽ വെച്ച് ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രമാകെ മുഷിഞ്ഞിരിക്കുന്നു. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെത്താൻ, എൻ്റെ പ്രഭുവിനടുത്തെത്താൻ ഞാൻ എങ്ങനെ ശുദ്ധയായി തീരും? ഗംഗാനദിയിൽ മുങ്ങിയാൽ മതിയോ? അതോ പ്രഭാത സൂര്യൻ്റെ വെളിച്ചത്തിൽ കുളിച്ചാൽ മതിയാകുമോ? അതോ പിതൃക്കൾക്കായി നോക്കുന്ന 15 ദിവസത്തെ വ്രതവും പട്ടിണിയും അനുഷ്ഠിച്ചാൽ മതിയാകുമോ? ഇതാ എൻ്റെ ചുനരി, എൻ്റെ മേൽവസ്ത്രം ഞാൻ ഗംഗയ്ക്ക് നൽകാൻ പോകുന്നു. ബാക്കി മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഞാനങ്ങ് നശിപ്പിച്ചേക്കാം. പക്ഷെ ആരുമില്ലല്ലോ ഞാൻ ഏതു വഴിയാണ് സഞ്ചരിക്കേണ്ടത് ശുദ്ധയാകാൻ എന്ന് എന്നെ ഉപദേശിക്കുവാൻ. എനിക്കൊന്ന് പറഞ്ഞു തരാൻ ആരുമില്ലല്ലോ. എങ്ങനെ ഞാൻ എൻ്റെ കണവൻ്റെ അടുത്തെത്തും? ഞാൻ ജീവിതത്തിൽ ഒരു നല്ല കർമ്മവും ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. എൻ്റെ പക്കൽ സമ്പത്തോ ആഭരണങ്ങളോ ഇല്ലല്ലോ. പ്രഭു, എങ്ങനെ ഞാൻ നിൻ്റെ സമീപം ശുദ്ധയായി എത്തിച്ചേരും? ഇതാണ് ബീഗം അക്തർ പാടിയ ഈ മനോഹരമായ ഗാനത്തിൻ്റെ വരികളുടെ ഏകദേശമായ അർത്ഥം. ഇതാണ് പൂർണ്ണമായ അർത്ഥമെന്ന് ധരിക്കരുത് എന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. 1914 ഫൈസാബാദിൽ ബീഗം അക്തർ ജനിച്ചത്. തവായിഫ് ഗായികയായിരുന്ന മുക്തരിബായിയുടെ മകളായിട്ടാണ് ജനിച്ചത്. 1924 10-ാം വയസ്സിൽ പട്യാല ഘരാനയിലെ ഗായകൻ ഉസ്താദ് അറ്റാ മുഹമ്മദ് ഖാൻ്റെ ശിഷ്യയായി ബീഗം അക്തർ. അമ്മ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു മകളുടെ ഗാനശേഷിയെക്കുറിച്ച്. മുക്തരിബായി എന്ന അമ്മയെക്കുറിച്ച് ഓർക്കാതെ നമുക്ക് ബീഗം അക്തർ എന്ന ഗായികയുടെ ജീവിതത്തിനെക്കുറിച്ച് ഓർക്കുവാനേ കഴിയില്ല. അത്ര വലിയ സംഭാവനയാണ് ആ അമ്മ ബീഗം അക്തറുടെ ജീവിതത്തിൽ ചെയ്തത്. ഒരു ദിവസം ബറേലി ഷെറീഫിൽ, ബറേലിയിലെ ഒരു സൂഫി ക്ഷേത്രത്തിൽ ഒരു സൂഫി ഒരു ഗാനം പാടുന്നത് ബീഗം അക്തർ കേട്ടു. കൗമാരത്തിൽ കേൾക്കുകയുണ്ടായി. ദീവാന ബനാന ഹേത്തോ ദീവാന ബനാദേ എന്ന് പറയുന്ന അതിമനോഹരമായ ഗാനം. ആ ഗാനം പാടിയാണ് ബീഗം അക്തറിൻ്റെ കൊമേഴ്ഷ്യൽ സക്സസ് തുടങ്ങുന്നത്. ആളുകൾ ഈ റെക്കോർഡുകൾ വാങ്ങിക്കുന്നത് കണ്ടിട്ട് കൽക്കട്ടയിലെ റെക്കോർഡ് കമ്പനിക്ക് ഇംഗ്ലണ്ടിൽ നിന്നും പ്രത്യേക ഒരു മെഷീൻ തന്നെ ഇറക്കുമതി ചെയ്യേണ്ടി വന്നു. കൂടുതൽ ഇത് അടിച്ചിറക്കുവാൻ, ഈ പാട്ട് ഉണ്ടാക്കി ഇറക്കുവാൻ വേണ്ടി, റെക്കോർഡ് ഉണ്ടാക്കി ഇറക്കുവാൻ വേണ്ടി അത്ര വലിയ ഡിമാൻഡായിരുന്നു ബീഗം അക്തർ ബറേലി ഷെരീഫിലെ സൂഫി പാടിയ ഗാനം പുനരാവിഷ്കരിച്ചപ്പോൾ. ആ ഗാനം, ബറേലി ഷെരീഫിലെ ആ സൂഫി പാടിയ ആ ഗാനം കേട്ടപ്പോഴാണ് സംഗീതത്തിനെ വളരെ ഗൗരവമായി താൻ എടുക്കണം എന്ന് ബീഗം അക്തർ തീരുമാനിക്കുന്നത് തന്നെ. 1925 അമ്മ മകളെ കൂടുതൽ സംഗീതം പഠിപ്പിക്കുവാൻ വേണ്ടി കൽക്കത്തയിലേക്ക് വിടുകയാണ്. അതിനുശേഷം ബോംബെയിൽ വരുന്നു. ബോംബെയിൽ കൊറിന്ത്യൻ തിയേറ്ററിൽ മറാത്തി നാടകങ്ങളിലൊക്കെ ബീഗം അക്തർ അഭിനയിക്കുന്ന ഒരു കാലമുണ്ട്. അതൊക്കെ അവരുടെ ജീവചരിത്രം പല അഭിമുഖങ്ങളിലും ബീഗം അക്തർ പിന്നീട് പറഞ്ഞിട്ടുള്ളതാണ്. സീതാ ദമയന്തി തുടങ്ങിയ നാടകങ്ങളിലൊക്കെ ബോംബെയിൽ അവർ അഭിനയിച്ചതിനെക്കുറിച്ചൊക്കെ. പക്ഷേ അഭിനയമല്ല, ചലച്ചിത്രങ്ങളിലും അവർ അഭിനയിച്ചിരുന്നു അക്കാലത്ത് ഹിന്ദിയിൽ. പക്ഷേ ചലച്ചിത്ര അഭിനയമല്ല, നാടകാഭിനയമല്ല തൻ്റെ ജീവിതം എന്നും സംഗീതമാണ് തൻ്റെ ജീവിതത്തിൻ്റെ നിയോഗമെന്നും തിരിച്ചറിഞ്ഞ ബീഗം അക്തർ കൽക്കത്തയിൽ പോവുകയും കൽക്കത്തയിൽ ഉസ്താദ് അബ്ദുൽ വഹീദ് ഖാൻ്റെ ശിഷ്യയായി മാറുകയുമായിരുന്നു.
അതും ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒരിക്കൽ ഭോപ്പാലിലെ നവാബിൻ്റെ മകൻ്റെ വിവാഹത്തിന് ബീഗം അക്തർ അവിടെ ഉണ്ടായിരുന്നു. അന്ന് അവിടെ സിദ്ധേശ്വരി ദേവിയും കേസർബായി കേർക്കറും വലിയ ഗായികമാരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ സിദ്ധേശ്വരി ദേവിയുടെ മുത്തശ്ശി ബിഡി മൈന എന്നറിയപ്പെട്ടിരുന്ന മഹാഗായിക, വൃദ്ധയായ ഗായിക മുബാറക് ബന്ധിയാൻ അല്ലാ റസൂലിനെ തോഹെ ദീൻ ഹെ എന്ന ഗാനം പാടുന്നത് കേട്ടു. ഈ ഗാനം മിയാ താൻസെൻ, അക്ബറിൻ്റെ രാജധാനിയിൽ ഗായകനായിരുന്ന ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീത ചരിത്രത്തിലെ വലിയ പ്രതിഭയായി കരുതപ്പെടുന്ന മിയാ താൻസെൻ അക്ബറിൻ്റെ മകനായിരുന്ന സലീം രാജകുമാരൻ്റെ നിക്കാഹിന് വേണ്ടി പ്രത്യേകം കമ്പോസ് ചെയ്ത ഗാനമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ഗാനം ഈ ഭോപ്പാലിലെ നവാബിൻ്റെ മകൻ്റെ വിവാഹ ചടങ്ങിൽ ബിഡി മൈന പാടുന്നത് കേട്ടതിന് ശേഷമാണ്, ആ ഗാനം ബിഡി മൈന പാടുന്ന ഗാനം കേട്ടിട്ടാണ് മുക്തരിബായി മകളെ കൽക്കത്തയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ കിരാന ഘരാനയിലെ ഉസ്താദ് അബ്ദുൽ വഹീദ് ഖാൻ്റെ കൂടെ പഠിപ്പിക്കുവാൻ നിർത്തുകയും ചെയ്യുന്നത്. ഉസ്താദ് അബ്ദുൽ വഹീദ് ഖാൻ വലിയ പങ്കാണ് ബീഗം അക്തറിൻ്റെ ഗാന പുരോഗതിയിൽ നിർവഹിച്ചത്. 1945 ലക്നൗവിലെ അഭിഭാഷകനും സമ്പന്നനുമായിരുന്ന ഇഷ്തിയാഖ് അഹമ്മദ് അബ്ബാസിയെ ബീഗം അക്തർ വിവാഹം ചെയ്തു. പക്ഷേ വിവാഹത്തിനൊരു കണ്ടീഷൻ അബ്ബാസി വെച്ചിരുന്നു: ഇനി മുതൽ പരസ്യവേദികളിൽ പാടരുത് എന്നുള്ളത്. ബീഗം അക്തർ അതിന് സമ്മതിക്കുകയായിരുന്നു. വടക്കേ ഇന്ത്യയിലെ സംഗീത ലോകം ആകെ അമ്പരന്നു പോയി. ബീഗം അക്തർ അവരുടെ ജീവിതത്തിൻ്റെ പീക്ക് ടൈമിൽ, ഏറ്റവും ഉന്നതമായ സമയത്ത് പാട്ടുപാടുന്നത് നിർത്തിയതിനെക്കുറിച്ച്. എന്നാൽ 5 കൊല്ലത്തിന് ശേഷം പാട്ട് പാടാതിരിക്കാൻ കഴിയില്ലല്ലോ ബീഗം അക്തർക്ക്. 5 കൊല്ലത്തിന് ശേഷം 1949 അന്ന് ലക്നൗവിലുള്ള റേഡിയോ നിലയത്തിലൂടെ അവർ വീണ്ടും പാടുവാൻ തുടങ്ങുകയായിരുന്നു. 1974 ഒക്ടോബർ 30 61ാമത്തെ വയസ്സിൽ അന്തരിക്കുന്നത് വരെ പിന്നീട് ബീഗം അക്തർ നമുക്കെല്ലാവർക്കും വേണ്ടി പാടിക്കൊണ്ടേയിരുന്നു. അക്കാലത്തുള്ള ഗാനശേഖരങ്ങളിൽ പെട്ട ഗാനങ്ങളാണ് നാം ഇപ്പോഴെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ബീഗം അക്തർ പാടിയ സുന്ദർ സാരി മോരി മൈക്കേ മേ എന്ന ഗാനം കേൾക്കാം. ഈ ഗാനം കേൾക്കുന്നതോടുകൂടി ഈ ലക്കം ദില്ലി ദാലി പോഡ്കാസ്റ്റ് സമാപിക്കുകയാണ്. പോഡ്കാസ്റ്റ് കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവ്വം, എസ് ഗോപാലകൃഷ്ണൻ.
सूरज पैया रहलियूं परत तुअरुआ हो गंगा रहलियूं